మైనయదు నందనుపై కుందనదనలిరమోదక పరిమళ గంధము పుయ్యరుగా గంధము పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా ക്രിസ്റ്റി, നീ എന്തായാലും നട്ടിരിക്കുന്ന എന്തുപറ്റി? ഒന്നുമില്ല, ഞാൻ ഇപ്പൊ കയറി വന്നതേ ഉള്ളൂ. ഫംഗ്ഷൻ കഴിഞ്ഞോ? അന്നമ്മേന്തിയെ? ആ ബെസ്റ്റ്. അന്നമ്മേനെ നിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവളെ താഴെയൊന്നും കണ്ടില്ല. ഞാൻ ഒത്ത് മേലുണ്ടാവുന്ന ഞാൻ താഴത്തേക്ക് വരട്ടെ. നീ അറിഞ്ഞല്ലേ കല്യാണം നിശ്ചയിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ തിരക്കായിരിക്കും. അപ്പൊ നീ ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുള്ളല്ലേ? നീയെന്നല്ല, നമ്മളെല്ലാരും ഈ ആഴ്ച കഴിഞ്ഞ് പോന്നോളൂ. കല്യാണം കഴിഞ്ഞ് അടിപൊളിയാക്കിയിട്ട് പോന്നോളൂ. അല്ല അത് നീ ഒന്നും പറയണ്ട, എനിക്കറിയാം ഉറക്കൊക്കെ തന്നെയാണ്. നടപ്പില്ല മോളെ, നടപ്പില്ല. അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയില്ല. നമ്മളായിട്ട് ആ ഹാപ്പിനെസ് കളയാൻ നിൽക്കണ്ട. എന്തായാലും ഇത്ര നാൾ വന്നില്ലേ, കല്യാണം കൂടെ കഴിഞ്ഞു പോവാം. സാറ് അയാളോട് പോയി വല്ല പണിയും നോക്കാൻ പറ. അയാളെ പട്ടിപ്പണിയും പിച്ച കാശും. അത് ഒരു പണിയും പോട്ടെ, നമുക്ക് വേറെ ഇത്ര ജോലി കിട്ടും. അതുകൊണ്ട് എന്റെ പെണ്ണുങ്ങളാത്ത ഉറത്ത് പിടിക്കണ്ട കേട്ടല്ല. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോ ആ അന്നമ്മ ഒരു പാവാടാ. അതിനോ? എന്നിട്ട് നീ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. നീ കേട്ടിട്ടില്ലേ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടൈമുണ്ട്. ഇന്ന് തരട്ടെ. ദുർഗ, ഹാ ഇതാഹാരി ക്രിസ്റ്റിയാ. ക്രിസ്റ്റി, ഇത് ഇരുളല്ല, അത് ഒളിയല്ല, ഇത് രണ്ടോടും ചേരാതെ പൊന്നേരം. അയ്യേ കല്യാണപ്പെണ്ണ് കരയാ. ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയല്ലേ? ആർക്കാ ഹാപ്പിനെസ്? നീ ഹാപ്പിയാണോ? പെണ്ണേ ഞാൻ ഹാപ്പിയാണ്. ഇന്ന് നീ പറയുന്നത് അല്ലേ? നിനക്ക് അവൻ നല്ല മാച്ചാ. അവൻ്റെ പെണ്ണാ നീ. ഞാൻ വെറുതെ സോറി എല്ലാത്തിനും. അധികം വൈകാതെ ഞാനിവിടുന്ന് പോകും. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. പറയാൻ പറ്റിയില്ലെങ്കിലോ പോട്ടെ, ഹാപ്പി ആയിട്ടിരിക്കും. ഈ കണ്ണൊരിക്കലും നിറയരുത്. അല്ല പിന്നെ ഈ കുട്ടികളൊക്കെ എവിടാ? ആരെയും താഴത്തേക്ക് നടന്നില്ലല്ലോ. എന്റെ പൊന്നു ചെറിയച്ച ഒരുങ്ങാനെന്ന് പറഞ്ഞ് കയറിയിട്ട് 4 മണിക്കൂറായി. ഇതുവരെ ഒരെണ്ണം താഴത്തേക്ക് വന്നിട്ടില്ല. എപ്പ ഇറങ്ങും എന്ന് എനിക്കറിയില്ല. അല്ല ചെറിയമ്മ എന്തേ? ചെറിയമ്മേനെ അവിടെ ഓരോരുത്തരും അന്വേഷിച്ചു തുടങ്ങി. ചെറിയമ്മ ഈ സമയത്ത് എങ്ങോട്ടാ പോയത്? വെറുതെ അല്ല, കുട്ടികൾ ഒരുങ്ങാൻ കയറിയേക്കോ അല്ലേ? നിന്റെ ചെറിയമ്മ അതിനെ തന്നെ ഉണ്ടാവും. ഇപ്പോഴും അതിനൊപ്പം തന്നെയാണല്ലോ. അതെല്ലോ 17 തന്നെ. അതിനൊക്കെ എന്താ കുഴപ്പം? കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി. നിങ്ങളുടെ കയ്യിലേക്ക് എന്തെന്നെ കിട്ടിയോ അന്ന് മുതലാണ് ഞാൻ ഇങ്ങനെ ആയത്. എന്റെ ഈശ്വര, എങ്ങനെ ഇരുന്ന് ഞാനാ. എങ്ങനെ ഇരിക്കണ്? എന്നെ കെട്ടോളെന്ന് പറഞ്ഞ ഒറ്റക്കാലെന്ന് ഞാനാണോ? കെട്ടിയവളെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും അവൾക്ക് അഹങ്കാരം. അത് എന്റെ തന്നത്തെ ഒരു ബുദ്ധിമോശം. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം?
ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നു. മതി മതി, രണ്ടുപേരും ഒന്ന് നിർത്തിക്ക്. മോളുടെ കല്യാണമാണ്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടെങ്ങോ കല്യാണം കഴിച്ച കഥയും പറഞ്ഞ് നിൽക്കുക രണ്ടും കൂടി. ഇതേ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുക. പെണ്ണെന്തേന്ന് ചോദിക്കാൻ അവിടെ മണിക്കൂർ 4 ഇവളുമാരെ എന്തെടുക്കണേനകത്ത്. നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെല്ലേ, ഞാൻ അവളുമാരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാം. ആടാ മോനെ, ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മണിക്കൂറുണ്ടായി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, മോൻ പോയി അവരെ കൂട്ടിക്കൊണ്ടുവാ. നിങ്ങൾ വരുന്നില്ലേ? വാ നടക്ക്. അതെ മാഡം എന്താണ് വന്നേ? എന്താ? ഹേയ് സിദ്ധുവേട്ടാ, എന്താ ഇത്? ഇത് ആൾക്കാരുണ്ടെന്നു. നിനക്ക് പറ്റിയൊരു അബദ്ധമാണല്ലേ ഞാൻ. ഒന്നുകൂടി പറയടി, പറ. വാർമൃദംഗാദി വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ, സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ, ഹരിയമാൻ പേട പോലെ നീ എൻ്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ, മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പുമേയുമ്പോൾ, ഒന്നങ്ങോട്ട് മാറില്ല മനുഷ്യ, വയസ്സാകാലത്ത് ഇരിക്കെന്താണ്? ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലനൊറിയുമാഷാഢതീരം. വെക്ക് വെക്ക്, നടക്ക് നടക്ക്. നിങ്ങളുടെ കല്യാണം കൊഞ്ചാണെന്ന്. അതേ ഈ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. കൈത്തുടിതാളം തട്ട് തേത്തകമേളമിട്ട് വാ
ദുർഗ തന്നെ കാണാൻ പോകേണ്ടി വരുമെന്ന് വിചാരിച്ച ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് നല്ലതേ വരും. ഓട്ടെ. ദുർഗ If you're playing me, keep it on the low. അന്നമ്മയുടെ കരച്ചിലല്ലേ കേൾക്കുന്നു? എന്തോ കുഴപ്പമുണ്ട്. ഇന്ന് എന്താ വിളി വരാത്തേന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കണായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ താഴെ സൈറൻ. ഇന്നും ഓന്മാരെന്തെങ്കിലും ഒപ്പിച്ച് കാണും. എന്താടി എന്താന്നോ അങ്ങോട്ട് എന്താന്ന് കുരിപ്പിനെയൊക്കെ കൊണ്ട് ഞാൻ പൂച്ച് ഇതിനൊക്കെ എവിടെയാണ് കളയാൻ. ഇതെന്തടി പൂച്ചക്കൂട്ടിയ പട്ടിക്കൂട്ടിയ പോലെ വേണ? എന്റെ മക്കളാടി. പെറ്റ് കൂട്ടുമ്പോ ആലോചിക്കണായിരുന്നു. നീ ഒന്ന് എന്താടി ഉണ്ടാക്കി തരുമ്പോ ആലോചിക്കണായിരുന്നു ഇങ്ങനെയൊക്കെ ആവുമെന്ന്. മത്തം കുത്തിയ കുമ്പളൊന്നും മുളക്കില്ലല്ലോ. വേണ്ട, മത്തം കുത്തുമ്പോ കുമ്പളം മുളക്കണ്ട. പക്ഷെ ഞാൻ കുത്തിയപ്പോ മുളച്ചാടി 2 വിത്ത്. മറക്കരുതത്. എന്ത് ഒന്നുമില്ല. എന്താടാ എന്താ നിനക്കൊക്കെ എന്താ? രാരവേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീല. രാരവേണു ഗോപബാല. അതും ശരിയാ. നമുക്ക് നോക്കി നടക്കാൻ അറിയാമോ? എന്നിട്ട് വെറുതെ ഞങ്ങളെ കുറ്റം പറയും. അപ്പൊ പിന്നെ എന്റെ മക്കളെ പറഞ്ഞ കാര്യമില്ല. നീ നോക്കി നടക്കാത്തിന്റെയാ. അല്ലെങ്കിലും നിങ്ങൾ ഇവർക്ക് തന്നെയാണോ സപ്പോർട്ട്? നീ എപ്പോഴാ എനിക്ക് സപ്പോർട്ട് ചെയ്തേക്കണം? എന്തെങ്കിലും ആവട്ടെ. അല്ല, ഒരെണ്ണത്തിനെ കൂടി കാണണല്ലോ. അതെന്തിയേ? അന്നമ്മേ അപ്പൂ ഞാൻ ഇവിടെ ഉണ്ട്. ചേടാ പൊന്നുവാട, അന്നമ്മയുടെ മുത്തുവാട പാപ്പൂച്ച. അല്ലയോ മാതാശ്രീയെ, ഞങ്ങളെയും കൂടി പരിഗണിക്കണം. ഞങ്ങളും ഈ കുടുംബത്തിന്റെ 2 കണ്ണികളാണ്. പരിഗണിക്കുന്നുണ്ട്. നിന്നെയൊക്കെ ഞാൻ ശരിക്കൊന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന ആളൊന്ന് ഓഫീസിൽ പോട്ടാ. പറഞ്ഞതിന്റെ അർത്ഥം നീ എന്റെ മക്കളെ കൈവെക്കൊന്നല്ലേ? നീ ഒന്ന് കൈവച്ച് നോക്ക് കേട്ടാ. ഞാൻ സ്വഭാവം അറിയാം നിനക്ക്. എന്താ ഇവിടെ രാവിലെ തന്നെ ഒരു ബഹളം? ഇന്ന് ക്ലാസ്സിലൊന്നും പോകണ്ടോ? ഇവിടെ ഞാൻ നിൽക്കാനാണോ തീരുമാനം? മറ്റേ കാര്യങ്ങളൊക്കെ ഇന്നലെ പ്ലാൻ ചെയ്തതൊക്കെ നടത്താൻ വാ. എന്ത് കാര്യം പ്ലാൻ ചെയ്തെന്നല്ല? അതൊക്കെ സീക്രട്ടാ. വീട്ടിൽ കൊണ്ടുവരും, അന്നേരം നിങ്ങൾ കണ്ടാ മതി. അടുത്തെന്തോ പണി ഒപ്പിക്കുന്നുണ്ട്. അന്നമ്മേ, എന്റെ ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാല്. കഴിഞ്ഞ അടുത്ത പ്രശ്നത്തിന് പ്രിൻസി വിളിച്ചതിന്റെ കേട്ട് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഇനി ഇതുപോലെ വല്ലതുണ്ടെങ്കിൽ ഉമ്മാരുടെ സ്ഥലം മാറ്റുമെന്നാണ് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ പഠിക്കാൻ വേറെ സ്കൂളില്ല. ഓക്കെ, ഇനി എന്റെ മക്കൾ വീട്ടിലിരുന്നാൽ മതി. ഇപ്പൊ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതിപ്പേത വീട്ടിലിരിക്കണതാ അല്ലേടാ? യാ ബ്രോ, സത്യം. എന്റെ ഈശ്വര, കാലത്തിന്റെ ഒരു പോക്കേ. ഇതൊക്കെ എന്താടി? കഷ്ടം. ആ തെക്കേ അറ്റത്തേക്കാണ് നിങ്ങളുടെയാണ്, പിന്നെ വടക്കേ അറ്റത്തേക്കാണ് മനുവിൻ്റെയാണ്. അത് അവൻ്റെ ആണെന്ന് ഉറപ്പാണ്. ഇതിന് നിനക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യാം. അടുക്കള പൊടി എന്നെ വിളിച്ചിട്ടൊക്കെ ചെറിയ വിളിച്ചിട്ട് പോകില്ല. പൊന്നേ, പിള്ളേരുടെയൊക്കെ ഒരു പോക്ക്. പിന്നെ നാട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണെന്ന് പറഞ്ഞു.
7 കൊല്ലമായില്ലേ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട്. എല്ലാവരും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവന്മാരുടെ ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോകണം ഈ കൊല്ലം. എന്താണ് മോളെ ഒരവലക്ഷണം കേട്ട ശരി? ഓഫീസിൽ പോണേ? ഓഫീസിൽ നിന്ന് ലീവ് എടുത്താലോ എന്ന്. എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഇപ്പൊ ഓഫീസിൽ പോകാൻ തുടങ്ങിയത്? ഇനി ലീവ് എടുക്കാനോ? ഇവിടെ എന്ത് വല്ല കല്യാണം നടക്കുന്നോ നിങ്ങളുടെ മക്കളെ? മോരിയാൾക്ക് ഓഫീസിൽ പോകണം. പോകാം, ചൂടാണല്ലേ. എന്താ എന്ത്? അല്ല എന്താന്നൊക്കെ ചോദിച്ചാ പറഞ്ഞു തരാം. നീ ഇങ്ങ് ആടി. അപ്പു കളിക്കലടാ. പിള്ളേര് പുറത്തുണ്ട്, അവര് കയറി വരും. അവര് മേലാണെന്ന് പറഞ്ഞേ എന്റെ കുഞ്ഞുമോളങ്ങനെ നിന്നാ മതി. കേരള അപ്പു വേണ്ട, അപ്പു വേണ്ട അപ്പു. അയ്യോ ഇങ്ങനെ പറയരുത്. ഇവിടെ ഇതാണല്ലേ പരിപാടി. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ മക്കളെ ചീത്തേക്കോ? ഇതിപ്പോ സമ്മതിക്കേല. നീ പോയി. ഞാൻ പോവാ. പോയിട്ടറാ. ലവ് യു ടു. അപ്പോ ഫുഡ് കഴിക്കണം. இரவின் போர்வை என்னை சூழ்ந்து மெல்ல மெல்ல மூடும் தாழ்ந்து விடியலை தேடினேன் உன்னிடம். வா பெண்ணே, பாதமெங்கும் சாவின் ரணங்கள், நரகமாகும் காதல் கணங்கள். ஒரு முறை மடியிலே உறங்குவேன். வா பெண்ணே. ക്രിസ്റ്റി വരുന്നില്ല. എനിക്ക് വരാൻ സമയമായി. ദുർഗ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ചെഞ്ചുണ്ടത്തോടിച്ചോ ചെറുവാൽ കിളിയേ, നെഞ്ചുണ്ട് പിടിച്ചോ പറയോ പതിയേ, മഞ്ചാടിക്കൊമ്പത്താരെ ഇണക്കിളിയേ, ഇന്നാലും ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ.